കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 3% ഇടിവ് നേരിട്ട ഇന്ത്യൻ മാർക്കറ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശക്തമായ റിക്കവറിയാണ് കാഴ്ചവെക്കുന്നത്. ഇൻഡെക്സ് 2% ഉയരുകയും കഴിഞ്ഞ ദിവസത്തെ നഷ്ടം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. റീസെൻ്റ്ലി പ്രഖ്യാപിച്ച റെസിപ്രോക്കൽ താരിഫിൽ അമേരിക്കൻ ഭരണകൂടം ചില മാറ്റം വരുത്താൻ സാധ്യതയുള്ളതായിട്ടും ചില രാജ്യങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നതായിട്ടും വന്ന റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ റിക്കവറി വന്നത്. ഇന്ത്യൻ ഇൻഡെക്സ് ഇന്ന് 2% മുകളിൽ ട്രേഡ് ചെയ്യുന്നു. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നമ്മൾക്കൊരു റിക്കവറി കാണാൻ സാധിക്കുമെങ്കിലും ഇപ്പോഴും ഗ്ലോബൽ മാർക്കറ്റ് വോളറ്റൈലാണ്. കൂടാതെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനനുസരിച്ച് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് മാറാനും മാർക്കറ്റിൽ തന്നെ അൺസർട്ടനിറ്റി നിലനിൽക്കാനും സാധ്യതയുണ്ട്. ഈ സമയത്ത് മാർക്കറ്റിനെ ഒരു സ്റ്റോക്ക് പിക്കർ മാർക്കറ്റായിട്ടാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. പല അട്രാക്റ്റീവ് വാല്യൂഷനിലുള്ള സ്റ്റോക്കുകളും ഇപ്പോൾ വാങ്ങാൻ പറ്റിയ ലെവലിൽ ട്രേഡ് ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിൽ ഷോർട്ട് ടൈമിലേക്ക് മികച്ച റിട്ടേൺ ലഭിക്കുന്നതിന് വേണ്ടി അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്ന 5 സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ആക്സിസ് ബാങ്ക്. ബാങ്കിങ് സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം സ്ട്രോങ് ആണ്. ആക്സിസ് ബാങ്ക് അതിൻ്റെ ബുള്ളിഷ് ട്രജക്ടറി നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. എല്ലാ പ്രധാന മൂവിംഗ് ആവറേജ് റേഞ്ചിനും മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 55, 100 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ വളരെ വലിയൊരു റാലിക്ക് ശേഷം സ്റ്റോക്ക് കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോയതായിരുന്നു. അവിടെ നിന്നും സ്റ്റോക്ക് വീണ്ടും അടുത്തൊരു മൂവ്മെൻറ്റിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. RSI 66 അടുത്തെത്തിയത് മാർക്കറ്റിലും അതുപോലെ തന്നെ സ്റ്റോക്കിലും നിലനിൽക്കുന്ന ബുള്ളിഷ്നെസ്സിനെ അല്ലെങ്കിൽ പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനെ സൂചിപ്പിക്കുന്നു. MACDയും സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ നൽകാൻ തയ്യാറെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 1078 അടുത്ത് ട്രേഡ് ചെയ്യുന്ന ആക്സിസ് ബാങ്കിന് 1165, 1200 പോലുള്ള ടാർഗറ്റുകളാണ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. ഇവിടെ 1020 സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുമുണ്ട്. രണ്ടാമത്തേത് ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ബജാജ് ഫിനാൻസ് 8865 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. അനലിസ്റ്റുകൾ സ്റ്റോക്കിന് 9300, 9500 രൂപയുടെയും ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. 21 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്ത് ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുണ്ട്. സ്റ്റോക്ക് ഇപ്പോൾ 55, 100 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് സ്റ്റോക്കിൻ്റെ അപ് ട്രെൻഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. കൂടാതെ സൂപ്പർ ട്രെൻഡ് നമ്മൾ പരിശോധിച്ചാലും സൂപ്പർ ട്രെൻഡും ബുള്ളിഷ് ഔട്ട്ലുക്ക് തന്നെയാണ് വെച്ച് പുലർത്തുന്നത്. RSI 55 അടുത്താണ്. അതായത് RSI ഓവർബോട്ട് സോണിലോ ഓവർ സോൾഡ് സോണിലോ അല്ല. ഇത് സ്റ്റോക്കിൽ വീണ്ടും വളർച്ചയ്ക്കുള്ള അല്ലെങ്കിൽ ബൈയിങ് വരുന്നതിന് പിന്നിൽ ഒരു കാരണമായി പ്രവർത്തിക്കുകയും ചെയ്തേക്കാം. ഇവിടെ 8400 എന്ന സപ്പോർട്ടാണ് ബജാജ് ഫിനാൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 9300, 9500 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. 8250 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം സ്റ്റോക്കിൽ അപ് ട്രെൻഡ് സജീവമാണെന്ന് നമുക്ക് പറയാം. മൂന്നാമത്തേത് FMCG സെക്ടറിലെ പിക്കായ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ്. ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 3% ഉയർന്ന് 1200 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്ക് 19% കറക്ഷന് ശേഷം ഒരു V ഷേപ്പ് റിക്കവറി കാഴ്ചവെച്ച സ്റ്റോക്കാണ്. കൂടാതെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1185 മുതൽ 1200 വരെയുള്ള സോൺ ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഇവിടെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. 1199 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 1225, 1250 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ 1260 1250, 1275 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ സ്റ്റോക്കിന് 1100 സ്ട്രോങ് സപ്പോർട്ടാണുള്ളത്. കൂടാതെ സ്റ്റോക്കിൽ ബുള്ളിഷ് ട്രെൻഡ് സജീവമാണ്. RSI 65 മുകളിൽ ട്രേഡ് ചെയ്യുന്നു. 65 മുകളിലാണ്. ഇതും സ്ട്രോങ് ബൈയിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. 20 ഡേ, 50 ഡേ, 100 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഷോർട്ട് ടൈമിലേക്ക് ഈ സ്റ്റോക്കിനെ പരിഗണിക്കണം എന്നുള്ള സിഗ്നലാണ് നൽകുന്നത്. മറ്റൊരു സ്റ്റോക്ക് അദാനി വിൽമാർ. അദാനി വിൽമാർ എന്ന സ്റ്റോക്കിനെയും ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ. 275 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ദീർഘകാലം നീണ്ടുനിന്ന കൺസോൾട്ടേഷന് ശേഷം സ്റ്റോക്ക് ബ്രേക്കൗട്ടിന് വേണ്ടി ശ്രമിക്കുകയാണ്. 275 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 295, 300 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. അദാനി വിൽമാറും 20 ഡേ, 50 ഡേ, 100 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ ട്രേഡ് ചെയ്യുന്നു. കൂടാതെ RSIയും സ്ട്രെങ്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 58.30 RSI. അതുകൊണ്ട് സ്റ്റോക്കിനെ
300, 295 തുടങ്ങിയ ടാർഗറ്റുകൾക്ക് വേണ്ടി നമ്മൾക്ക് എയിം ചെയ്യാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് പെയിൻറ്റ് സെക്ടറിലെ സ്റ്റോക്കായ ബർജർ പെയിൻറ്റ്. ബർജർ പെയിൻറ്റ് 531 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ബർജർ പെയിൻറ്റിൽ നിന്ന് സ്റ്റോക്കിനെയും ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. കാരണം 520 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയിരുന്നു. ആ റെസിസ്റ്റൻസിന് മുകളിൽ ഇന്ന് നമ്മൾക്കൊരു ബ്രേക്കൗട്ട് കാണാൻ സാധിച്ചു. വരും സമയങ്ങളിൽ 530 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ 555, 565, 575, ഈവൻ 595 തുടങ്ങിയ ലെവലുകളിലേക്കും സ്റ്റോക്ക് ഉയരാനുള്ള